ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അത് പച്ചക്കുഴമ്പ് എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് ഫിഷ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള മീൻ കറികൾ. അപ്പോൾ ഇതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചാറോട് കൂടിയ ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഒരുപാട് ഫിഷ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല വ്യൂസ് കിട്ടിയ കുറേ ഫിഷ് റെസിപ്പീസ് ഉണ്ട്. ഇപ്പോൾ പച്ചമീൻ, ഉണക്കമീൻ കൊണ്ടുള്ള പലതരം വിഭവങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റിൽ ഫിഷ് റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്. അതൊക്കെ കാണാം. കൂടാതെ കാർഡ്സിലും എൻഡ് സ്ക്രീനിലും ഒക്കെ തന്നെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഫിഷ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചക്കുഴമ്പാണ്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിലും കുരുമുളക് പൊടി വേണമെങ്കിലും എടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി. ഇനി നന്നായിട്ട് അരച്ച് എടുക്കാം. അപ്പോൾ മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അയലയോ കൊഴിചാള അങ്ങനെയുള്ള മീനൊക്കെ ഇതിന് വേണ്ടി, ഈ കറിക്ക് വേണ്ടി എടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തു. 2 ബാച്ചായിട്ട് അരച്ചെടുത്തു. മിക്സിയുടെ ചെറിയ ജാറിലിട്ട്. കുരുമുളകൊക്കെ നന്നായിട്ട് അരയാൻ വേണ്ടി പൊടികളൊക്കെ നന്നായിട്ട് ആദ്യം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് തേങ്ങയും പിന്നെ അതേ മിക്സിയിൽ തേങ്ങയും അരച്ചെടുത്തു. അപ്പോൾ ഒന്നിച്ചിടുമ്പോൾ ചിലപ്പോൾ കുരുമുളക് അരയാതെ കിടക്കും. അത് കാരണം ഇങ്ങനെ പ്രത്യേകം 2 ബാച്ചായിട്ട് അരച്ചെടുത്തു. ഒന്നിച്ച് വേണമെങ്കിലും ഇട്ട് അരച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർക്കാനായിട്ടുള്ള പുളി, ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അരച്ചതിൽ ഇത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കലക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് മീനിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്തു. അപ്പോൾ ഉപ്പ് നോക്കാം, കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീനിലോട്ട് നമ്മൾ റെഡിയാക്കിയ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. അടച്ച് വയ്ക്കാം. ഒരു ചെറിയ ഗ്യാപ്പ് വിട്ട് അടയ്ക്കാം. അപ്പോൾ നമുക്കിതിൽ 1 ടൊമാറ്റോ, 1 മുരിങ്ങയ്ക്ക, ഒരു 2-3 പച്ചമുളക് എല്ലാം നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വയ്ക്കാം.
അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ചുറ്റി വെച്ചു. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം ഹൈ ഫ്ലെയിമിലായിരുന്നു. തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുത്തു. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ 2-3 പ്രാവശ്യം ചുറ്റി വെച്ചു. നമ്മൾ സ്പൂണും തവിയൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇനി അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ടും തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ആദ്യം ഞാൻ വെച്ച ഉടനെ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു. പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തു. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.